به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, പരമകാരുണികനും കരുണാനിധിയും അളവറ്റ ദയാപരനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മരണത്തിന് മുമ്പ് തന്നെ പരിശുദ്ധമായ ജീവിതം നയിച്ച് സമാധാനമടഞ്ഞ ആത്മാവുമായി അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങുവാൻ പണിയെടുക്കണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ് നാം മനസ്സിലാക്കിയത്. ഒരു മനുഷ്യന്റെ മരണത്തോടുകൂടി അവന്റെ ബർസഖിയായ ലോകത്ത് വരാനിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, അതിൽ വളരെ കാതലായി അവതരിപ്പിച്ച വിഷയമാണ് മലക്കുകളുടെ ചോദ്യവുമായി ബന്ധപ്പെട്ടത്. മൻ റബ്ബുക എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ് എന്ന ചോദ്യം. നിന്റെ റബ്ബ് ആരാണ് എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട വിഷയം തൗഹീദാണ്. ആ തൗഹീദും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് പഠിക്കലും അതിനനുസരിച്ചൊരു ജീവിതത്തെ വാർത്തെടുക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ മേൽ നിർബന്ധമാണ്. എന്നതുപോലെ തന്നെ അത് എന്താണ് എന്നറിയലും നിർബന്ധമായ കാര്യമാണ്. കാരണം എന്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറയണമെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിജ്ഞാനം നമുക്കുണ്ടായിരിക്കണം. അപ്പോ വിജ്ഞാനം നേടൽ നിർബന്ധമായി വരുന്നു. ആ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ വളരെ കാതലായ, അതായത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധ കലിമത്ത് തൗഹീദ് പ്രവാചകന്മാർ തങ്ങളുടെ പ്രബോധിത സമൂഹത്തോട് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അതിൽ ഉള്ളത്. അതായത് രണ്ട് വിഷയം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ ഒന്ന് നിഷേധിക്കുകയും മറ്റൊന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്ന വിഷയമാണ്. ഒരു ഇലാഹുവില്ല അല്ലാഹു അല്ലാതെ എന്ന വിഷയം. അതിൽ ശിർക്ക് എന്നതാണ് തൗഹീദിന് നേരെ വിപരീതമായിട്ടുള്ളത്. ഈ ശിർക്കിനെ സംബന്ധിച്ചുള്ള വിജ്ഞാനം നമുക്ക് ലഭിക്കാതെ പോയതാണ്
ഈ ആധുനിക കാലഘട്ടത്തിലും ഇതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിലും മുസ്ലിം സമുദായം തൗഹീദിന്റെ പാത വെടിഞ്ഞ് ഷിർക്കിലേക്ക് പോകുവാനുള്ള പ്രധാന കാരണം എന്താണ്? ഷിർക്ക് എന്നറിയാതെ പോയത്. സഹോദരങ്ങളെ, ഷിർക്ക് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഗുരുതരമായ തിന്മയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പലതും പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തിന്മയായി സ്വർഗം, അത് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യമാണ്. ആ സ്വർഗത്തിനെ തടയിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിന്മയാണ് ഷിർക്ക് എന്നുള്ളത്. ഷിർക്കിന്റെ താഴെ മാത്രമാണ് ബാക്കിയുള്ള തിന്മകളുടെ സ്ഥാനം. ഷിർക്ക് ചെയ്യുന്ന മുസ്ലിം സമുദായത്തിലെ വലിയൊരു ജനവിഭാഗം പോലും ഷിർക്കിനെ ഗൗരവമായി കാണുകയും ഷിർക്ക് സ്വർഗത്തിൽ നിന്ന് തടയുകയും നരകത്തിൽ കാലങ്ങളോളം മനുഷ്യന്റെ വാസത്തിന് കാരണമാകുന്ന തിന്മയാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരും തിന്മയിലാണ്, ഷിർക്കിലാണെന്നുള്ള വിജ്ഞാനമില്ലാതെ പോവുകയാണ്. അതുകൊണ്ട് എന്താണ് ഷിർക്ക് എന്നറിയാൻ നമ്മുടെ മേൽ നിർബന്ധമാണ്. നമ്മുടെ അമലുകളെ പൊളിച്ചു കളയുന്ന, സ്വർഗം നിഷിദ്ധമാക്കുന്ന, പരലോകത്ത് വിജയിക്കുവാനുള്ള എല്ലാ വാതിലുകളും അടക്കപ്പെടുന്ന തിന്മയായി ഷിർക്കിനെ പരിചയപ്പെടുത്തുമ്പോൾ അത് എന്താണെന്നറിയൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഷിർക്ക് എന്നതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ വിവരം എന്താണ് ഇപ്പോൾ? അത് നമ്മൾ ആലോചിക്കുക. ഈ ക്ലാസ് കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും നമ്മൾ തയ്യാറാകണം. സഹോദരങ്ങളെ, ഏറ്റവും ഗുരുതരമായ തിന്മയാണ് ഷിർക്ക്. അങ്ങനെയെങ്കിൽ അതിനെയാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്. മുജാഹിദാകുന്നതോടുകൂടി, അല്ലെങ്കിൽ ആദർശം സ്വീകരിക്കുന്നതോടുകൂടി, തൗഹീദ് മനസ്സിലാക്കുന്നതോടുകൂടി ഇന്നത്തെ നമ്മുടെ അവസ്ഥ ഷിർക്ക് എന്നതിനെ കുറിച്ചുള്ള ഭയം തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരാൾക്ക് വിശ്വാസം ദൃഢമാകുമ്പോൾ പിന്നെ അവൻ ഏറെ ഭയക്കേണ്ടത് ഷിർക്ക് എന്ന തിന്മയാണെങ്കിൽ, ഇന്ന് നമ്മൾ ആദർശം മനസ്സിലാക്കുന്നതോടുകൂടി പിന്നെ ഷിർക്കിനെ കുറിച്ച് ഇനി എന്റെ ജീവിതത്തിലേക്ക് ഷിർക്ക് കടന്നു വരില്ല എന്ന ഒരു തെറ്റായ ധാരണയിലാണ് പലപ്പോഴും നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു ദിവസം കച്ചവടത്തിൽ ഇന്ന തിന്മകൾ ഉണ്ടാകുന്നു, പടച്ചവനെ ഞാനത് ഭയപ്പെടുകയാണല്ലോ എന്ന് പലപ്പോഴും ആശങ്കപ്പെടാറുണ്ട്. ഒരു വഖത്ത് നമസ്കാരം മുടക്കുക അന്യായമായി, അത് തിന്മയാണ്, അത് നമുക്കറിയാം. അതിനെക്കുറിച്ച് പലപ്പോഴും പ്രയാസപ്പെടാറുണ്ട്. പക്ഷേ ഷിർക്ക് എന്ന് പറയുന്ന പാപത്തെക്കുറിച്ച് ജീവിതത്തിലെ ഒരു ദിവസത്തിൽ എത്ര തവണ നാം അതിനുവേണ്ടി, അതിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്ക് എന്ന് പറയുന്ന പാപത്തിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി, അതായത് അതിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കുന്നതിന് വേണ്ടി എന്റെ ജീവിതത്തിൽ ഷിർക്കുണ്ടാകല്ല റബ്ബേ എന്നെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, അതിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടേയിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ എന്റെ ഹൃദയത്തെ നീ നിന്റെ മതത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ആ ഗൗരവമേറിയ തിന്മയെ നമ്മൾ വളരെ ഗൗരവമായി തന്നെ കാണുകയും അള്ളാഹുവിനോട് നിരന്തരമായി അതിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇനിയൊരു കാലഘട്ടം വരും, അന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ രാവിലെ മുഅ്മിനായി ഉറക്കമുണർന്നവൻ വൈകുന്നേരമാകുമ്പോൾ കാഫിറായി ജീവിക്കുകയോ മരിക്കുകയോ ചെയ്യുകയാണ്. അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ മുഅ്മിനായ മനുഷ്യൻ പിറ്റേന്നുള്ള പ്രഭാതത്തിൽ അവൻ കാഫിറാകുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്കും ഈ തിന്മ വരില്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. അതിനെ ഉദാഹരണമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരാണ്? 16-ാമത്തെ വയസ്സിൽ തൗഹീദ് പറയുകയും ശിർക്കിന്റെ എല്ലാ മാർഗങ്ങളെയും കൊട്ടിയടച്ച് ആ സമൂഹത്തിന്റെ മുമ്പിൽ തൗഹീദിന്റെ പ്രബോധനവുമായി ഇറങ്ങിത്തിരിച്ചതിന്റെ പേരിൽ അനേകം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്ന മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ കൂട്ടുകാരൻ. ആ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രഖ്യാപനം എന്താണ്? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹൽ 16-ാം അധ്യായത്തിന്റെ 120-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നത്, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ. തീർച്ചയായും ഇബ്രാഹിം അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന, നേർവഴിയിൽ വ്യതിചലിക്കാതെ നിലകൊള്ളുന്ന ഒരു സമുദായം തന്നെയാണ്. വലം യകു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും മുശ്രിക്കുകളുടെ കൂട്ടത്തിലല്ല എന്ന് അള്ളാഹു സർട്ടിഫിക്കറ്റ് ചെയ്ത മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയെ ഖുർആൻ ഗൗരവമായി എടുത്തു കാണിക്കുകയാണ്.
ആ പ്രാർത്ഥന 14-ാം അധ്യായത്തിലെ 35-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നത് വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിരന്തരമായി ഗൗരവമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയായി പടച്ചവൻ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, എന്റെ വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, അള്ളാഹുവേ എന്നെയും എന്റെ സന്താനങ്ങളെയും ഇനി വരാനിരിക്കുന്ന തലമുറയെയും എന്റെ സന്താനങ്ങളെയും അള്ളാഹുവേ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും നീ എന്നെ കാക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ്. അതായത് ശിർക്ക് നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നലകളിൽ കേരളത്തിന്റെ മണ്ണിൽ നമ്മുടെ ആദർശ കൂട്ടായ്മയിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്യുകയും രണ്ട് പക്ഷത്താവുകയും ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ മേഖലയിൽ. പലരും എന്താണ് ശിർക്കെന്ന് അറിഞ്ഞില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നതോടുകൂടി പിന്നെ ആ വിഷയത്തെക്കുറിച്ച് വല്ലാതെ പഠിക്കില്ല. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, നേർച്ച വഴിപാടുകൾ അള്ളാഹ്ക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. എന്താണ് ശിർക്കെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പലർക്കും പറയാനുള്ള മറുപടി ഇത് മാത്രമായിരിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. നമ്മൾ എല്ലാ ദിവസവും ശിർക്കിനെ സംബന്ധിച്ച് പഠിക്കണം. എന്താണ് ശിർക്ക്, ശിർക്കിന്റെ ഇനങ്ങൾ ഏതാണ്, ശിർക്കിൽ പെടുന്നത് എന്താണ്, ചെറിയ ശിർക്ക് എന്താണ്, ഇത്തരത്തിൽ ദിവസവും ആ വിഷയത്തെക്കുറിച്ച് ഒരു നമ്മുടെ ശത്രു നമ്മളെ വധിക്കുവാനായി നമ്മളെ തക്കം പാർത്തിരിക്കുന്ന ശത്രുവിനെ കുറിച്ചുള്ള വിവരം നമ്മൾ അറിയുമ്പോൾ ദിവസവും അവനെക്കുറിച്ച് നമ്മൾ ഭയപ്പെടും. നമ്മൾ ചെയ്യുന്ന യാത്ര ചെയ്യുന്ന വഴികളിൽ അവൻ പതുങ്ങിയിരുന്ന് നമ്മെ ഉപദ്രവിക്കാൻ കാത്തിരിക്കുന്നുണ്ടോ എന്ന് ദിവസവും ഭയപ്പാടിലായിരിക്കും. നമ്മെ കൊല്ലാൻ ഒരുമ്പിട്ടിറങ്ങിയ ഒരു ശത്രുവിനെ കുറിച്ചുള്ള ഭയം ഇങ്ങനെയാണെങ്കിൽ പിശാച് എന്ന നമ്മുടെ ശത്രു നമ്മളിലേക്ക് ഒന്നാമതായി കൊണ്ടുവരുന്ന കുതന്ത്രമാണ് ശിർക്ക് എന്ന് പറയുന്ന. പലപ്പോഴും നമ്മുടെ ചിന്ത ഇനി പിശാച് ഈ തിന്മയെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ, കാരണം നമ്മൾ തൗഹീദ് സ്വീകരിച്ചവരാണല്ലോ, അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഇതിൽ നിന്ന് വ്യതിചലിക്കില്ല എന്നവനറിയാം. അതുകൊണ്ട് ഇതിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ട് അവൻ വരില്ല എന്ന് പലപ്പോഴും തെറ്റായ ധാരണകളുണ്ട്. അത് തിരുത്തണം. കാരണം എന്താണ്, ഒരു പ്രവാചകന്റെ അനുയായികളായി കൂടെയുണ്ടായിരുന്ന ഒരു സമൂഹത്തിലേക്ക് ശിർക്ക് കടന്നു വരുന്ന രംഗം വിശുദ്ധ ഖുർആനിന്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രം ഖുർആനിന്റെ പല അധ്യായങ്ങളിലൂടെയും നമുക്ക് വരച്ചു കാണിച്ചു തരികയാണ്. ആ മൂസ അലൈഹിസ്സലാമിന്റെ ബനു ഇസ്രായേൽക്കാരെന്ന് പറയുന്ന വിഭാഗം, ജനപദം, അവർ ഫിറഔനിന്റെ കെടുതികളിൽപ്പെട്ട് പ്രയാസങ്ങളിൽപ്പെട്ട് ക്രൂരമായ ശിക്ഷയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് മൂസ അലൈഹിസ്സലാമിന്റെ വരവ്. അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. ആ സമൂഹത്തിൽ നിന്ന്, ഫിറഔനിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി അവസാനം അവരെയും കൊണ്ട് രക്ഷപ്പെടുകയാണ്. ഈ ഫിറഔനിന്റെ കൂട്ടത്തിൽ നിന്നുള്ള ശത്രുക്കളുടെ പ്രയാസം സഹിക്കവയ്യാതെ രക്ഷപ്പെടുകയാണ് മൂസ അലൈഹിസ്സലാമും ബനു ഇസ്രായേലുകാരും. ആരാണ് ബനു ഇസ്രായേലുകാർ? മൂസ അലൈഹിസ്സലാമിൽ നിന്ന് വ്യക്തമായി അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട് അനുഭവിച്ച ഒരു ജനപദം. അവരാണ് മൂസ അലൈഹിസ്സലാമിന്റെ കൂടെയുള്ളത്. മൂസ അലൈഹിസ്സലാമിന്റെ കയ്യിലുള്ള ദൃഷ്ടാന്തമാകുന്ന വടിയും ആ നിലക്കുള്ള ധാരാളം ദൃഷ്ടാന്തങ്ങൾ നേരിട്ട് കണ്ട സമൂഹം അങ്ങനെ ഫിറഔനിൽ നിന്ന് രക്ഷപ്പെട്ടു, ചെങ്കടലെത്തി. അവിടെ വെച്ച് ഇനിയൊരു രക്ഷയുടെ മാർഗമില്ല എന്ന് ആ ബനു ഇസ്രായേൽക്കാർ മൂസ അലൈഹിസ്സലാമിനോട് പറയുകയാണ്. ഇനി എന്ത് ചെയ്യും, ഈ ഒരു അവസ്ഥയിൽ എത്തിയല്ലോ എന്ന് പറയുമ്പോൾ അള്ളാഹു എന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി. അല്പസമയത്തിനകം തന്നെ അവിടെ വലിയൊരു ദൃഷ്ടാന്തം, അത്ഭുതകരമായ നൈൽ നദീ, അവിടുത്തെ ചെങ്കടൽ രണ്ട് വശങ്ങളിലേക്ക് മാറി സുന്ദരമായ ഒരു പാത വിധാനിച്ച് അതിലൂടെ കടന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അള്ളാഹു കാണിച്ചു കൊടുത്ത് അത് നേരിട്ട് കണ്ട് അനുഭവിച്ച ഒരു ജനസമൂഹമാണ് ബനു ഇസ്രായേലുകാർ. അങ്ങനെ ഫിറഔനിൽ നിന്ന് രക്ഷപ്പെടുത്തി അള്ളാഹു അവരെ. ആ കടലിന്റെ അഗാധമായ ആഴങ്ങളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തി. എന്നിട്ട് ഈ സമൂഹവുമായി മൂസ അലൈഹിസ്സലാം സീനാ പർവ്വതത്തിന്റെ താഴെ എത്തി. സീനാ പർവ്വതത്തിന്റെ താഴ്വരങ്ങളിലെത്തി. അവിടെ താഴ്വാരത്തിൽ വെച്ച് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി. സീനാ പർവ്വതത്തിന്റെ മുകളിൽ 40 ദിവസം അവിടെ ധ്യാനവും വ്രതവുമായി അനുഷ്ഠാനങ്ങളുമായി കഴിഞ്ഞുകൂടണമെന്ന അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി. എന്തിനാണ്? തൗറാത്ത് എന്ന് പറയുന്ന വേദഗ്രന്ഥത്തിന്റെ അവതരണത്തിന് വേണ്ടി സീനാ പർവ്വതത്തിന്റെ മുകളിൽ താമസിക്കുവാൻ, അവിടെ വ്രതവുമായി കഴിഞ്ഞുകൂടുവാൻ അള്ളാഹുവിന്റെ കൽപ്പന മൂസ അലൈഹിസ്സലാമിന് വന്നു. അങ്ങനെ മൂസ അലൈഹിസ്സലാം പോവുകയാണ് സീനാ പർവ്വതത്തിലേക്ക്. താഴ്വരയിൽ തന്റെ സമൂഹത്തെ മറ്റൊരു പ്രവാചകന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്.
ഹാറൂൻ എന്ന പ്രവാചകന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോയി. വിശുദ്ധ ഖുർആൻ ആ വിഷയം പറയുന്നത് വഇദ് വഅദ്നാ മൂസ 40 ലൈലതൻ ثم اتخذتم العجل من بعده وانتم ظالمون. മൂസാ നബിക്ക് 40 രാവുകൾ നാം നിശ്ചയിക്കുകയും അദ്ദേഹം അതിനായി പോയ ശേഷം നിങ്ങൾ അക്രമമായി ഒരു കാളക്കുട്ടിയെ ദൈവമായി സ്വീകരിക്കുകയും ചെയ്ത സന്ദർഭവും ഓർക്കുക. അതായത് ഒരു പ്രവാചകൻ ആ ജനപദത്തിന് രക്ഷപ്പെടാൻ ആവശ്യമായ നിയമങ്ങളടങ്ങിയ തോറ എന്ന ഗ്രന്ഥത്തിനായി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സീനാ പർവ്വതത്തിന്റെ മുകളിൽ, താഴെ അള്ളാഹുവിന്റെ മറ്റൊരു പ്രവാചകൻ, ആ പ്രവാചകന്റെ സാന്നിധ്യത്തിൽ വെച്ച് ഈ ജനപദം സാമരി എന്ന് പറയുന്ന ഒരാളുടെ പ്രലോഭനങ്ങളിൽ വീണ് ഒരു സ്വർണത്തിലുള്ള കാളക്കുട്ടിയെ ദൈവമായി സ്വീകരിക്കുന്ന ദാരുണമായ അന്ത്യത്തിലേക്ക്, ദാരുണമായ അവസ്ഥയിലേക്ക് ആ ജനപദം എത്തുകയാണ്. സഹോദരങ്ങളെ, 2 പ്രവാചകന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നിട്ട് പോലും ശിർക്കെന്ന് പറയുന്ന ഗുരുതരമായ പാപം ചെയ്യുന്നതിന് ആ സമൂഹം നിർബന്ധിതരാകുന്നു, അല്ലെങ്കിൽ ആ സമൂഹം വഴങ്ങുന്നു. പിന്നെ എങ്ങനെയാണ് നമുക്ക് ശിർക്കെന്ന് പറയുന്ന പാപത്തിൽ നിന്ന് ഇനി എന്റെ ജീവിതത്തിൽ അത് കടന്നു വരില്ല എന്ന സമാധാനത്തോടു കൂടി ഇരിക്കാൻ കഴിയും? അതുകൊണ്ട് ഗൗരവമാണ്. ആ വിഷയത്തെ നമ്മൾ ആലോചിക്കുക തന്നെ ചെയ്യണം. അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതായത് മഹാനായ അബീ വഖ്ദിൽ ലൈസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി പ്രവാചകന്റെ കൂടെ ഞങ്ങൾ യാത്രയായി. യുദ്ധത്തിന് വേണ്ടി പ്രവാചകന്റെ കൂടെ ഞങ്ങൾ യാത്രയായി. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ചില ആളുകൾ ഈ ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്നവരാണ്. ആ യുദ്ധത്തിൽ യാത്ര ചെയ്യുന്ന ഞങ്ങളിൽപ്പെട്ട ചിലർ ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന പുതു മുസ്ലിമീങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. മുശ്രിക്കീങ്ങൾക്ക് പിന്നെ ഭജനമിരിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്, സിദ്റ എന്ന് പറയും. അവിടെ അവർ വളഞ്ഞുകൂടിയിരിക്കും. എന്നിട്ട് ബർക്കത്തിന് വേണ്ടി അവരുടെ വാളുകൾ അവിടെ തൂക്കിയിടും. അങ്ങനെയുള്ള ഒരു സ്ഥലം, ആ സ്ഥലത്തിനെ പറയുന്ന പേരാണ് റാത്തു അൻവാത്ത് എന്ന്. അങ്ങനെ ആ റാത്തു അൻവാത്ത് യഥാർത്ഥത്തിൽ ബർക്കത്തെടുക്കുന്നതിന് വേണ്ടിയും അത്തരത്തിൽ അവിടെ ഭജനമിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിനരികിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾ പ്രവാചകനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾക്കും ഇതുപോലെ ഒരു റാത്തു അൻവാത്ത്, ഞങ്ങളുടെ വാളുകൾ തൂക്കിയിട്ട് ബർക്കത്തെടുക്കുവാൻ. ആരോടാണ് പറയുന്നത്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. പ്രവാചകന്റെ പ്രബോധനത്തിന്റെ കീഴിൽ ഇസ്ലാമിന്റെ ശാദ്വരമായ തീരങ്ങളിലേക്ക് കടന്നു വന്ന ഒരു ജനസമൂഹമാണ് പ്രവാചകനോട് ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾക്കൊരു ധാത്തു അൻവാത്ത് വേണം. എന്തിനാണത്? ഞങ്ങൾക്കും ഇതുപോലെ ഞങ്ങളുടെ വാളുകൾ ആ മരത്തിൽ തൂക്കി, അല്ലെങ്കിൽ അവിടെ തൂക്കിയിട്ട് ബർക്കത്തെടുക്കുവാൻ, ഇത്തരത്തിൽ ബർക്കത്തെടുക്കുവാൻ ഞങ്ങൾക്കും വേണം ഒരു ധാത്തു അൻവാത്ത് എന്ന് പ്രവാചകനോട് ആവശ്യപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം പറയുകയാണ്, ഖുൽതും വല്ലദി നഫ്സി ബിയദിഹി കമാ ഖാല ഖൗമു മൂസ, എന്റെ ആത്മാവ് ആരുടെ കരങ്ങളിലാണോ ആ അല്ലാഹുവിൽ സത്യം, നിങ്ങൾ ചോദിച്ചത് മൂസ അലൈഹിസ്സലാമിനോട് ആ കൗമ് ചോദിച്ച ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത് എന്നോട്. വളരെ ഗുരുതരമായ ചോദ്യമാണ്. എന്താണ് മൂസ അലൈഹിസ്സലാമിന്റെ മൂസ അലൈഹിസ്സലാമിന്റെ ജനങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കിയപ്പോൾ മറ്റൊരു സന്ദർഭത്തിൽ ഈ കടലും കടന്ന് രക്ഷപ്പെട്ട് ഫിറഔനിൽ നിന്ന് രക്ഷപ്പെട്ട് ആ മൂസ അലൈഹിസ്സലാമും സംഘവും ഒരു സ്ഥലത്തെത്തുകയാണ്. അതായത് وجاوزنا ببني إسرائيل البحر فأتوا على قوم يعكفون على أصنام لهم قالوا يا موسى اجعل لنا إلها كما لهم آلهة قال إنكم قوم تجهلون. മൂസ അലൈഹിസ്സലാമിനോട് ഇവർ ചോദിക്കുകയാണ്. അതായത് മൂസ അലൈഹിസ്സലാമും സംഘവും ഒരു വിഗ്രഹത്തിന്റെ ചുവട്ടിൽ ഭജനമിരുന്ന് അവിടെ ഇരുന്ന് അത്തരത്തിലുള്ള ശിർക്കിന്റെ പണികൾ ചെയ്യുന്ന ഒരു സ്ഥലമെത്തിയപ്പോൾ, വിഗ്രഹങ്ങളെ ദൈവമായി സ്വീകരിച്ച് അതിന്റെ മുമ്പിൽ ആരാധനകൾ നടത്തുന്ന ഒരു ജനപദത്തിന്റെ മുമ്പിലെത്തിയപ്പോൾ മൂസ അലൈഹി ഇസ്ലാമിനോട് ഇവർ ചോദിക്കണം, ഇജ്അൽ ലനാ, ഞങ്ങൾക്കും ഇതുപോലെ ഒരു ഇലാഹിനെ നീ ആക്കിത്ത എന്ന് മൂസ അലൈഹി ഇസ്ലാമിനോട് പറയുകയാണ്. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാം പറയും, നിങ്ങൾ തീർച്ചയായും വിവരമില്ലാത്ത ഒരു ജനവിഭാഗം തന്നെയാകുന്നു എന്ന്. ഇതുപോലെ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണോ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബത്തിനോട് ചോദിക്കുന്ന രംഗമുണ്ടായി. സഹോദരങ്ങളെ, ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ശിർക്ക് എന്ന് പറയുന്ന പാപം
ഒരു പ്രവാചകന്റെ കീഴിൽ ജീവിക്കുന്ന, പ്രവാചകന്റെ നാവിൽ നിന്ന് ശിർക്കിനെ കുറിച്ച് പഠിക്കുകയും സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് പഠിക്കുകയും ചെയ്ത ഒരു സമൂഹം ശിർക്കിന്റെ കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുവെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ തിന്മയിൽ നിന്ന് ഒരിക്കലും നമ്മളിലേക്ക് അത് വരില്ല എന്ന സമാധാനത്തോടു കൂടി ഇരിക്കാൻ കഴിയുക? അതുകൊണ്ട് വിഷയം വളരെ ഗൗരവമാണ്. ഈ ശിർക്കിനെ സംബന്ധിച്ച് ഗൗരവമായി പഠിക്കുക നമുക്ക് നിർബന്ധമാണ്. ആ ശിർക്ക് എന്ത് എന്ന വിജ്ഞാനം ലഭിക്കാത്തതാണ്, അതറിയാത്തതാണ് മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനപദവും ശിർക്കിൽ ചെന്നെത്തിയത്. മുസ്ലിമീങ്ങളിലെ വലിയൊരു ജനപദം ചിലപ്പോൾ നമ്മുടെ ഉമ്മ ആ ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരിക്കും. മാല മൗലൂദുകൾ പാരായണം ചെയ്തുകൊണ്ട് ശിർക്ക് ചെയ്യുന്ന അവസ്ഥയിലായിരിക്കും. നമ്മുടെ പിതാക്കന്മാർ, സഹോദരങ്ങൾ, കുടുംബം ഇവരൊക്കെ ആ ശിർക്കിലായിരിക്കും. അവരതിൽ നിന്ന് മോചിപ്പിക്കണം. നമ്മുടെ ബാധ്യതയാണ്. തീയിലേക്ക് നടന്നെടുക്കുകയാണെങ്കിൽ ഉമ്മക്ക് കണ്ണു കാണില്ലെങ്കിൽ അവരെ ഓടിച്ചെന്ന് കയ്യോടെ പിടിച്ച് പിന്നിലേക്ക് വലിക്കുന്ന നമ്മൾ മരണാനന്തരം നരകമാകുന്ന തീനാളത്തിലേക്ക് കാലങ്ങളോളം ജീവിക്കുന്ന ശിർക്കെന്ന് പറയുന്ന പാപത്തിൽ കഴിയുമ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ ഒരു ആത്മാർത്ഥത നമുക്കില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ വളരെയധികം നന്ദി കെട്ടവരുടെ കൂട്ടത്തിലാണ്. നമ്മുടെ പ്രിയപ്പെട്ട കുടുംബക്കാരൊക്കെ ആ തിന്മയിലാണെന്നുള്ള കാര്യത്തിൽ നമുക്കറിയാം. അപ്പൊ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? എന്താണ് ശിർക്കെന്ന് നമ്മൾ പഠിക്കണം. എന്തെങ്കിലും മനസ്സിലാക്കി ചെന്ന് പറയാതെ കാര്യത്തെ വളരെ ഗൗരവമായി പഠിക്കണം. ആ വിഷയത്തെ മനസ്സിലാക്കണം. ഈ ശിർക്കിന്റെ മറവിൽ, ഈ മതത്തിന്റെ മറവിൽ ശിർക്ക് പിന്നെ ജനങ്ങളെ പഠിപ്പിക്കുന്ന, ശിർക്കിലേക്ക് ക്ഷണിക്കുന്ന പൗരോഹിത്യത്തിനോടുണ്ടാകുന്ന ദേഷ്യവും വൈരാഗ്യവും ആ ഒരു മനസ്ഥിതി സാധാരണക്കാരായ ആളുകളോട് ഉണ്ടാകാൻ പാടില്ല. പലപ്പോഴും നമ്മളുടെ സമീപനം കൊണ്ട് അത്തരം ആളുകൾ അകന്നു പോവുകയാണ്. നമുക്ക് തൗഹീദ് കിട്ടി, പിറ്റേ ദിവസം തൗഹീദ് കിട്ടാത്തവനെ കുറ്റം പറയുന്ന അവസ്ഥയിലേക്ക് മാറരുത്. അവരുടെ അടുക്കൽ ചെന്ന് നീ ചെയ്യുന്നത് തെറ്റാണ്, എന്ത് തോന്നിവാസമാണ്, ഇത് അല്ലാഹ് പഠിപ്പിക്കാത്തതാണോ, റസൂലുള്ള പഠിപ്പിക്കാത്തതാണെന്ന് പറയാതെ സ്നേഹത്തിൽ നിന്നുണ്ടാകണം ദഅവത്ത് അവരോട്. നമ്മുടെ സമീപനം കൊണ്ട് പലപ്പോഴും പലരും ഒഴിഞ്ഞു മാറുകയാണ്. മാടില്ലാതെ മറ്റു ജനങ്ങളിൽ നിന്ന്, ജനപദങ്ങളിൽ നിന്ന് വ്യത്യസ്തരാകണം. ഖുർആനും സുന്നത്തും സ്വീകരിച്ച നമ്മൾ സ്നേഹത്തിന്റെ ഭാഷയിൽ അവരോട് നമുക്ക് ദഅവത്തുണ്ടാകണം. അവരെ രക്ഷപ്പെടണമെന്ന ചിന്തയാകണം അവരോടുള്ള നമ്മുടെ സമീപനത്തിന്റെ കാതലായ വിഷയം. സഹോദരങ്ങളെ, അവരെ രക്ഷപ്പെടുത്തേണ്ട ബാധ്യത ഇനി നമുക്കാണ്. ഒരു പ്രവാചകൻ ഇനി വരില്ല, ഒരു വേദഗ്രന്ഥം ഇനി അവതരിക്കുകയില്ല. ആ അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ച കാര്യത്തെ ഗൗരവമായി മനസ്സിലാക്കി അതിലേക്ക് തിരിച്ചു നടക്കേണ്ടവരാണ് നമ്മൾ, അല്ലേ? പൗരോഹിത്യത്തിനോടുണ്ടാകുന്ന ദേഷ്യവും വൈരാഗ്യവും ഒന്നും സാധാരണക്കാരോട് ഉണ്ടാകാൻ പാടില്ല. പാവങ്ങളാണ്, ഒന്നും അറിയാത്തവരായിരിക്കും. ആത്മാർത്ഥമായി റബീഉൽ അവ്വൽ മാസം വരുമ്പോ വീട്ടിലേക്ക് നമ്മൾ ചെല്ലാറുണ്ടാവും. നമ്മുടെ നാടുകളിൽ ഇടവഴികളിലൂടെ നടന്നു പോകുമ്പോ വീടിന്റെ ഉമ്മറപ്പടി വാതിൽക്കൽ ഇരുന്നു കൊണ്ട് വൃദ്ധയായ മാതാവ് വളരെ ഭവ്യതയോടുകൂടി വുദൂ ചെയ്ത് മൗലൂദിന്റെ കിതാബ് എടുത്ത് വെച്ച് പാരായണം ചെയ്യുന്ന രംഗം, അതിലെ ഈരടികൾ നമ്മൾ കേൾക്കും. മാല മൗലൂദുകളിലൂടെ ശിർക്കിന്റെ വാചകമാണ് ആ ഉമ്മ ഓതുന്നത്. എന്തേ? ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വാദാ ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കയറി, അങ്ങയോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടുന്ന ഗുരുതരമായ ശിർക്കെന്ന പാപത്തിലാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. മക്കയിലേക്ക് കടന്നു വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കയിലെ ജനപദം അല്ലാഹു അല്ലാത്തവരിലേക്ക് നീങ്ങിയിരുന്ന കാലഘട്ടത്തിൽ അവരെ തൗഹീദിന്റെ പാതയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്കിപ്പുറത്ത് മുസ്ലിം സമുദായം തന്നെ ആ പ്രവാചകനോട് പാപമോചനം തേടുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ അവരിലേക്ക് നടന്നു ചെന്നുകൊണ്ട് ഉമ്മ, നിങ്ങളിത് പാരായണം ചെയ്യരുത്, ഇതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം.
വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, വമൻ യഗ്ഫിറു-ദുനൂബ ഇല്ലല്ലാഹ്, നിങ്ങളുടെ പാപം പൊറുത്തു തരാൻ അല്ലാഹു അല്ലാതെ മറ്റാരാണുള്ളതെന്ന് ചോദിക്കുമ്പോൾ ആ ഖുർആനിനെ നിങ്ങൾ മാറ്റിവെച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് പാപമോചനം തേടുന്ന ഗുരുതരമായ തിന്മയിലാണ് ഉമ്മ, നിങ്ങൾ അതിൽ നിന്ന് മാറണമെന്ന് അവരോട് സ്നേഹത്തിന്റെ ഭാഷയിൽ നിന്നൊരു ദഅവത്തുണ്ടാകണം. അവരെ പഠിപ്പിച്ചു കൊടുക്കണം ആ നിലയ്ക്ക്. എന്റെ കുടുംബത്തിലെ ഒരു വല്യമ്മയോട് ഞാൻ ചോദിച്ചു. അവർ മൗലൂദിന്റെ രാത്രിയിൽ മൗലൂദ് പാരായണം ചെയ്യുകയാണ്. അവരോട് ഞാൻ ചോദിച്ചു, ഉമ്മ നിങ്ങൾ പാരായണം ചെയ്യുന്നല്ലോ, അതെ, ഇതിന്റെ അവസ്ഥ എന്താണെന്നറിയോ? അവർ പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നതിന്റെ അടയാളമാണ്, നിങ്ങൾക്കൊന്നും അത് പറഞ്ഞിട്ടില്ല, നിങ്ങൾ അതിന്റെ എതിരാളികളാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാല മൗലൂദിലെ പിന്നെ ഇർത്തകബത്തു അലൽ ഖത്ത എന്ന ആ വരി ഞാൻ പറഞ്ഞു, അതൊന്ന് പാടാൻ പറഞ്ഞു. അവര് നല്ല രാഗത്തിൽ പാടിത്തന്നു. എന്നിട്ട് ചോദിച്ചു, ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇല്ല. അതിനു മുമ്പ് ഞാൻ പറഞ്ഞു, ഒരു പാപം ചെയ്തു, ആരോട് പാപമോചനം തേടും? അപ്പൊ അവര് പറഞ്ഞു, അള്ളാഹുവിനോട്. ഞാൻ പറഞ്ഞു, പ്രവാചകനോട് തേടി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പ്രവാചകനോട് തേടാൻ പറ്റില്ലല്ലോ, കാരണം പാപം പൊറുക്കുന്നവൻ അള്ളാഹു അല്ലേ. എന്നിട്ട് ഞാൻ ഇതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു. ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോ അവർ പറയുന്നു, അങ്ങനെയല്ല അതിന്റെ അർത്ഥം, നിങ്ങളതിനെ വളച്ചൊടിക്കുകയാണ്, അങ്ങനെയല്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്നൊരവസ്ഥ. സഹോദരങ്ങൾ, ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനേകായിരം ആയിരങ്ങൾ ജനങ്ങൾ ഇതെന്തെന്നറിയാതെ ഇതിൽ പെട്ടുകിടക്കുകയാണ്. അവരെ മോചിപ്പിക്കേണ്ട ബാധ്യതയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ശിർക്കിനെ സംബന്ധിച്ചുള്ള പഠനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്താണ് ശിർക്കെന്ന് അറിഞ്ഞില്ല ഈ മുസ്ലിം സമുദായം. അതാണ് അവർക്ക് പറ്റിയ, അതായത് പിന്നെ അബൂജഹലിനുണ്ടായിരുന്ന ഒരു വിജ്ഞാനമുണ്ട്. അബൂജഹലിനുണ്ടായിരുന്ന ഒരു വിജ്ഞാനം, ആ വിജ്ഞാനം ഇന്നത്തെ മുസ്ലിം സമുദായത്തിനുണ്ടായിരുന്നെങ്കിൽ ശിർക്ക് അവർക്ക് സംഭവിക്കില്ലായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലെ ഒരു വിജ്ഞാനം, അറിവ്, അത് ഇന്നത്തെ മുസ്ലിം സമുദായത്തിനുണ്ടായിരുന്നുവെങ്കിൽ ഇവരിന്ന് ശിർക്കിലാകുമായിരുന്നില്ല. സഹോദരങ്ങളെ, ഇവരെക്കാൾ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാന മനസ്സിലാക്കിയത് അബൂജഹലും കൂട്ടരുമായിരുന്നു. കൃത്യമായി പരിശോധിച്ചാൽ അത് മനസ്സിലാകും. എന്റെ അബൂജഹലിനറിയാം, എന്തറിയാം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നീട് എനിക്ക് ഒരിക്കലും അമ്പിയാക്കളോടും ഔലിയാക്കളോടും വിളിച്ചു പ്രാർത്ഥിക്കാൻ കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എന്റെ നേർച്ചകളും വഴിപാടുകളും പ്രപഞ്ചനാഥനായ ഖാലിക്കായ മുദബ്ബിറായ റാസിക്കായ അള്ളാഹുവിനോടാകണം എന്ന് എന്ന് അബൂജഹൽ പറയും. പക്ഷേ ഈ വിജ്ഞാനം ഇന്ന് മുസ്ലിമീങ്ങൾക്കില്ലാത്തതാണ് അവർ ശിർക്കിലാകാനുള്ള കാരണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ചെയ്യും, മഹാന്മാർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യും. ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളാണ്, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളാണ്, ഞങ്ങൾ ഒരിക്കലും അതിനെതിരല്ല, ഞങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുക എന്നതും അതിൽപ്പെട്ടതാണ്. എന്തേ കാരണം? ഇതിന്റെ അർത്ഥമറിയാതെ പോയി, ശിർക്കെന്തെന്നറിയാതെ പോയി. അവിടെയാണ് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട വിഷയം. ശിർക്കിനെ അറിയാനുള്ള 4 വഴികൾ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഖവായിദുൽ അർബഅ എന്ന ലഘുവായ ഗ്രന്ഥത്തിൽ വിശാലമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ലഘുവായ ഗ്രന്ഥമുണ്ട്. അതിലെ ചില കാര്യങ്ങൾ, അതിലെ 4 ഖായിദകൾ, 4 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഗൗരവമായി ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് ബദറിന്റെ ആ ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് വരാം. ബദർ യുദ്ധം തുടങ്ങാനിരിക്കുന്ന സന്ദർഭം, സമതല നിരപ്പായ ബദറിന്റെ രണാങ്കണത്തിൽ ഇരുപക്ഷത്തും ആളുകൾ, സൈന്യങ്ങൾ ഒരുമിച്ചുകൂടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ പ്രഗത്ഭന്മാരായ സ്വഹാബി വര്യന്മാരും മറ്റും അടങ്ങി നിൽക്കുന്ന ഒരു സൈന്യം. ഇപ്പുറത്ത് അബൂജഹലിന്റെയും പ്രധാനികളായ മക്കാ മുശ്രിക്കുകളുടെ നേതൃത്വത്തിൽ 1000ന്റെ അടുത്ത് വരുന്ന ഒരു ജനപദം യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കുന്ന സന്ദർഭം. ഇവിടെയാണ് അബൂജഹൽ പ്രവാചകനെതിരെ യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കുന്നതിന് മുമ്പ് എന്താണ് അബൂജഹലിന്റെ വിശ്വാസം, അതൊന്ന് നമുക്ക് പരിശോധിക്കാം. എന്താണ് അബൂജഹലിന്റെ വിശ്വാസമെന്നോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യത്തെ തയ്യാറായി നിർത്തിയിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവേ, ദാ അബൂജഹലും സംഘവും അവന്റെ ഇക്കാരത്തിലാണ്, അഹങ്കാരത്തിലാണ്. അല്ലാഹുവേ, ഇന്നെങ്ങാനും ഈ ബദറിന്റെ രണാങ്കണത്തിൽ പരാജയം സംഭവിച്ചാൽ ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ഒരാളെയും നിനക്ക് ഭൂമിയിൽ കാണാൻ കഴിയില്ല റബ്ബേ, വിജയം നൽകണേ,
നീ വാഗ്ദാനം ചെയ്ത വിജയം നൽകണേ അല്ലാഹ് എന്ന ഹൃദയത്തിൽ തട്ടിയുള്ള പ്രാർത്ഥനകൾ ആകാശത്തിലേക്ക് ഉയരുകയാണ്. അള്ളാഹുവിന്റെ ദർബാറിൽ ചെന്ന് തട്ടുകയാണ്. അപ്പുറത്ത് അബൂജഹലും പ്രാർത്ഥിക്കുകയാണ്. അവൻ എന്താ പ്രാർത്ഥിച്ചത്? നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. അവൻ എന്താ പ്രാർത്ഥിച്ചത്? അള്ളാഹുവേ, ഏതല്ലാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ച അല്ലാഹ്, ആ അള്ളാഹിനോടാണ് പ്രാർത്ഥന. അള്ളാഹുവേ, ദാ വന്നു, ഞങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കിയവൻ, ഞങ്ങളുടെ ജമാഅത്തിൽ ഫിർഖത്തുണ്ടാക്കിയവൻ വന്നു. പടച്ചവനെ, നീതിയും ന്യായവും അറിയുന്ന അള്ളാഹുവേ, ന്യായം ആരുടെ പക്ഷത്താണോ അവർക്ക് നീ വിജയം നൽകണേ എന്ന അബൂജഹലിന്റെയും പ്രാർത്ഥന. ഇതിനെ മുമ്പിൽ വെച്ചുകൊണ്ട് അവരുടെ ഈ അബൂജഹലിന്റെ വിശ്വാസം എന്ത് നമുക്ക് പഠിക്കാം. ഒന്നാമതായി അൽ ഖാഇദത്തുൽ ഊല, ഷെയ്ഖ് റഹ്മഹുല്ലാ അത് ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുകയാണ്, അൻ തഅലമ അന്നൽ കുഫാർ അല്ലദീന ഖാതലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖിറൂന ബിഅന്ന അല്ലാഹ തആല ഹുവൽ ഖാലിഖുൽ മുദബ്ബിർ. അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്ത ആളുകളുണ്ടല്ലോ, അബൂജഹൽ അടങ്ങുന്ന സംഘങ്ങൾ, അവരുടെ വിശ്വാസം അവർ പറയും, എന്ത് പറയും? മുഖിറൂന ബിഅന്ന അല്ലാഹ തആല ഹുവൽ ഖാലിഖുൽ മുദബ്ബിർ. ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവർ അല്ലാഹുവാണെന്ന് അവർ പറയും. ജനങ്ങൾക്ക്, മനുഷ്യർക്ക്, ആ കടലിന്റെ ആഴങ്ങളിലുള്ള മത്സ്യങ്ങൾക്കും ഈ പ്രതലത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്കും ഭക്ഷണം നൽകുന്നവനും അല്ലാഹുവാണ്. ലോകത്തിന്റെ നിയന്ത്രണാധികാരവും അല്ലാഹുവിനാണ് എന്ന് അബൂജഹലും കൂട്ടരും പറയും. അവരത് ഉറപ്പിച്ചു പറയും. അവർക്കതിൽ ഉറപ്പായിരുന്നു, അവരതിൽ വിശ്വസിച്ചവരായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ, പ്രവാചകനും സ്വഹാബത്തും അതിൽ വിശ്വസിച്ചവർ. അപ്പോ ആ കാര്യത്തിൽ രണ്ടു കൂട്ടർക്കിടയിലും യാതൊരു തർക്കവുമില്ല. പ്രവാചകനും സ്വഹാബത്തും അവരുടെ വിശ്വാസം എന്താണ്? അള്ളാഹുവാണ് ഖാലിഖ്, റാസിഖ്, മുദബ്ബിർ. അത് തന്നെയാണ് ഇവരുടെയും വിശ്വാസം. അതിലവർക്ക് യാതൊരു വ്യത്യാസവും നമുക്ക് കാണാൻ സാധിക്കില്ല. എന്താണ് തെളിവ്? ഇനി വേറൊരു കാര്യം, ഈ വിശ്വാസം അവർ ഇസ്ലാമിൽ എത്തിച്ചോ? ഇങ്ങനെ വിശ്വസിച്ചതിന്റെ പേരിൽ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നോ? വന്നെങ്കിൽ ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകുമോ? ഇല്ല. അപ്പോ ആ ഒരു വിശ്വാസം അവർ ഇസ്ലാമിൽ എത്തിച്ചില്ല എന്നതാണ് അതിന്റെ അർത്ഥം. എന്താണ് തെളിവ്? വിശുദ്ധ ഖുർആനിന്റെ 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 31-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്, നബിയോട് പറയുകയാണ്, ഖുൽ, പ്രവാചകരെ ചോദിക്ക്, ആ അബൂജഹലിനോടും കൂട്ടരോട് ചോദിക്ക്, എന്തേ യർസുഖുക്കും മിനസ് സമാഇ വൽ അർദ്, ആരാണ് നിങ്ങൾക്ക് ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും റിസ്ക് നൽകുന്നവൻ? ആരാണ്? അമ്മൻ യംലികുസ് സമഅ വൽ അബ്സാർ, കേൾവിയും കാഴ്ചകളുമൊക്കെ അധീനപ്പെടുത്തുന്നവൻ ആരാണ്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും പുറത്തു കൊണ്ടുവരുന്നവൻ ആര്? അതുപോലെ തന്നെ വമൻ യുദബ്ബിറുൽ അംർ, ആരാണ് കാര്യങ്ങളുടെ നിയന്ത്രണാധികാരം ഏറ്റെടുത്തിരിക്കുന്നവൻ? അപ്പോ അവർ പറയും, ഫസയഖൂലൂന അല്ലാഹ്, അല്ലാഹുവാണെന്ന് അവർ പറയും. അങ്ങനെ പറയുന്നവരുമായിട്ടാണ് യുദ്ധം നടക്കാൻ പോകുന്നത്. അങ്ങനെ പറയുന്ന ഒരു ജനവുമായിട്ടാണ് യുദ്ധം. എങ്ങനെ? ആകാശഭൂമികളെ സൃഷ്ടിച്ചവനല്ല, ഭക്ഷണം നൽകുന്നവനല്ല, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനല്ല. ഈ നിലയിലുള്ള വിശ്വാസവുമുള്ള ആളുകളുമായിട്ടാണ് യുദ്ധം. അപ്പോൾ അതിലവർക്ക് യാതൊരു സംശയവുമില്ല. വീണ്ടും വിശുദ്ധ ഖുർആനിന്റെ പല സ്ഥലങ്ങളിലും അതിന് ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് മുഅ്മിനൂനിലുണ്ട്, എന്റെ ഖുൽ മർ റബ്ബുസ് സമാവാതിസ് സബ്അ റബ്ബുൽ അർശിൽ അദീം. അതുപോലെ തന്നെ ഖുൽ ലിമനിൽ അർദു വമൻ ഫീഹാ ഇൻ കുൻതും തഅലമൂൻ, ഈ ഭൂമിയും അതിലുള്ളതും ആരുടേതാണെന്ന് ചോദിച്ചു നോക്കൂ. അവർ പറയും അല്ലാഹുവിന്റേതാണെന്ന്. ഈ 7 ആകാശങ്ങളുടെയും മഹത്തായ സിംഹാസനത്തിന്റെയും ഉടമസ്ഥൻ ആരെന്ന് ചോദിക്ക്, അവർ പറയും അല്ലാഹുവാണെന്ന്. ലോകത്തിന്റെ നിയന്ത്രണം ആരുടെ കരങ്ങളിലാണെന്ന് ചോദിക്ക്, അവർ പറയും അല്ലാഹുവാണെന്ന്. എന്നിട്ട് അല്ലാഹു പിന്നെ നിങ്ങൾ എങ്ങനെയാണ് തെറ്റിക്കപ്പെട്ടത്? അല്ല, പിന്നെ നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? അതല്ല, നിങ്ങൾ പിന്നെ എന്താ ആലോചിച്ച് മനസ്സിലാക്കാത്തത് എന്ന് അല്ലാഹ് ചോദിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസത്തിലായിരുന്നു അവർ. അതായത് ലാ ഖാലിഖ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഖാലിഖും ഇല്ല എന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവുമില്ല. സഹോദരങ്ങളെ, ചരിത്രത്തിൽ നിന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ, ബാബുൽ ബദഉ ബിൽ വഹി, ആ വഹയിന്റെ ആരംഭം എന്ന ബാബിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, പ്രവാചകൻ
പിന്നെ ഹിറാ ഗുഹയിൽ പോയി പിന്നെ അവിടെ ഇരുന്ന് അവസാനം മലക്ക് വരുന്നു, അവിടെ സംഭവം നടക്കുന്നു. തിരിച്ച് പിന്നെ ഖദീജ ബീവിന്റെ അടുക്കലേക്ക് വരുന്ന ഒരു സന്ദർഭത്തിൽ അവിടെ പറയുന്ന ഒരു വിഷയമുണ്ടല്ലോ, എന്റെ സമ്മിലൂനി യാ ഖദീജ, എന്നെ പുതപ്പിട്ട് മൂട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ ആശ്വസിപ്പിക്കുന്ന, അവസാനം ആശ്വസിപ്പിച്ചതിന് ശേഷം ആശ്വസിപ്പിക്കാനായി പറയുന്ന വാചകങ്ങൾ, ഖദീജ ബീവി പറയുന്ന വാചകങ്ങൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായി ഖദീജ ബീവി പറഞ്ഞത്? ഖദീജ ബീവി ആ വാചകം പറയുന്നതിന് മുമ്പ് എന്താണ് അവസ്ഥ? അന്നാണ് പ്രവാചകൻ ആദ്യമായി ജിബ്രീലിനെ കാണുന്നത്, വഹിയുണ്ടാകുന്നത്. അതിനുമുമ്പ് എന്താണെന്ന് അറിയില്ല, ഇസ്ലാം എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തില് പിന്നെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന വാചകങ്ങൾ ശ്രദ്ധേയമാണ്. അത് വളരെയേറെ ശ്രദ്ധേയമായ വാചകങ്ങൾ. എന്താ പറഞ്ഞത്? കല്ലാ വല്ലാഹി മാ യുഖ്സീകല്ലാഹു അബദ. ഇല്ല, ഒരിക്കലുമില്ല, അള്ളാഹുവാണ് സത്യം, അവൻ ഒരിക്കലും താങ്കളെ കൈവിടില്ല. എന്തേ കൈവിടാതിരിക്കാനുള്ള കാരണം? ഇതിൽ ഒന്നാമത്തെ പോയിന്റാണ് വല്ലാഹി, അള്ളാഹുവിനെ തന്നെ സത്യമെന്ന അള്ളാഹുവിനെ കൊണ്ടുള്ള സത്യം ചെയ്യൽ. രണ്ടാമതായി പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഇന്നക, അള്ളാഹു നിങ്ങളെ കൈവിടില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഖദീജ ബീവി പറയുന്നത് ഇന്നക ലതസിലുർ റഹ്മ, താങ്കൾ കുടുംബബന്ധം പുലർത്തുന്നവനും, അതുപോലെ വതഹ്മിലുൽ കല്ല, ആലംബഹീനരുടെ ഭാരം ചുമക്കുന്നവനും, വതക്സിബുൽ മഅദൂമ, അഗതികൾക്ക് അർഹതപ്പെട്ടത് നേടിക്കൊടുക്കുന്നവനും, വതഖ്രിദ് ദൈഫ, അതിഥികളെ സൽക്കരിക്കുന്നവനും, വതുഈനു അലാ നവാഇബിൽ ഹഖ്, കാലവിപത്ത് ബാധിച്ചവനെ സഹായിക്കുന്നവനുമാകുന്ന. അതുകൊണ്ട് അല്ല കൈവിടൂല. അല്ല, അവർക്ക് എങ്ങനെ അറിയാമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു തൃപ്തിപ്പെട്ടതാണെന്നും അള്ളാഹു ഇഷ്ടപ്പെട്ടതാണെന്നും അതുകൊണ്ട് അള്ളാഹു നമ്മളെ കൈവിടില്ല എന്ന കാര്യം ഇവർ എവിടെ നിന്ന് മനസ്സിലാക്കി? പ്രവാചകന് വഹി കിട്ടുന്നതിന്റെയും ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങുന്നതിന് മുമ്പ് ഇവരിത് എവിടെ നിന്ന് മനസ്സിലാക്കി? ഞാനിത് പറയുന്നത് മക്കയിലെ മുശ്രിക്കുകൾ എവിടെയായിരുന്നു, അവരുടെ വിശ്വാസം എന്തായിരുന്നു എന്ന വിഷയമാണ്. സഹോദരങ്ങളെ, അവരിതൊക്കെ കൃത്യമായി അറിഞ്ഞവരായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നവരാണ്. നമ്മളോ നമ്മുടെ പാരമ്പര്യം എടുത്ത് പരിശോധിച്ചാൽ 4, 5, 6, 7, 8 തലമുറകൾക്കപ്പുറത്ത് വല്ല ഹൈന്ദവനോ ക്രൈസ്തവനോ ആയിരുന്നേരിക്കാം. അവരിൽ നിന്ന് മതം മാറി വന്നവരാണ് നമ്മളൊക്കെ, നമ്മുടെ പിതാക്കന്മാരൊക്കെ. അപ്പൊ നമ്മളെക്കാൾ ഇസ്ലാമിന്റെ പേരിൽ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു ജനസമൂഹവുമായിട്ടാണ് ഇവിടെ യുദ്ധം നടക്കാൻ പോകുന്നത്. ആ യുദ്ധത്തിൽ എന്താ അവസ്ഥ? ഇരുപക്ഷത്ത് നിൽക്കുന്നവർ ആരൊക്കെയാണ്? വാപ്പ ഉണ്ട് ശത്രുപക്ഷത്ത്, മകനുണ്ട് ശത്രുപക്ഷത്ത്, സഹോദരനുണ്ട്, ഭാര്യയുടെ സഹോദരനുണ്ട്, കുടുംബക്കാരനുണ്ട്. രണ്ടു പക്ഷത്തവർ ചേർന്ന് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള അവസ്ഥയാണത്. അപ്പോ ഈ വിഷയത്തിൽ അവർക്ക് യാതൊരു നിലക്കുള്ള സംശയവുമില്ല. ഒന്നാമതായി ഇവർ ഈ വിശ്വാസത്തിലാണ്, റുബൂബിയത്തിൽ, സൃഷ്ടാവും സംരക്ഷകനും അള്ളാഹു ആണെന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവുമില്ല. മൂന്നാമതായി സഹോദരങ്ങളെ, രണ്ടാമതായി അൽ ഖായിദത്തു സാനിയ, എന്റെ ഇനി ഈ അബൂജഹലും കൂട്ടരും അവർ പറയുന്നത് അന്നഹും യഖൂലൂന മാ ദാഉനാഹും വതവജ്ജഹ്നാ ഇലൈഹിം ഇല്ലാ ലിതലബിൽ ഖുർബത്തി വശഫാഅ. അതായത് ഈ അബൂജഹൽ യുദ്ധത്തിനായി മാറി നിൽക്കുന്നല്ലോ, അബൂജഹൽ പറയും, എന്റെ ഞങ്ങൾ പിന്നെ ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും, രണ്ട് പ്രഗൽഭ പിന്നെ അൻബിയാക്കളാണ് അവരെയും മഹാന്മാക്കളെയും ഒക്കെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും അവർക്ക് നേർച്ച അടുപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്, അവരിലേക്ക് തിരിയുന്നതൊക്കെ അവര് പിന്നെ സൃഷ്ടാവാണെന്നുള്ള വാദത്തിലല്ല. പിന്നെയോ ഇല്ലാലി തൊലബിൽ ഖുർബത്തി വശഫാഅ, ഞങ്ങൾക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ലേ അള്ളാഹനെ മാത്രം ആരാധിക്കണമെന്ന്? ആ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നത്. ഇവർ ഞങ്ങൾക്കുള്ള ശുപാർശകരാണ്, ഞങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് നിറവേറ്റിത്തരാനുള്ള ഇടയാളന്മാരാണ്, ശുപാർശകരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും എന്നതാണ് ഈ അബൂജഹൽ പറയുന്ന വാദം. സഹോദരങ്ങളെ, ഇന്നൊരു ബദറുണ്ടായാൽ ഇരുപക്ഷത്തും ആരായിരിക്കും അണിനിരക്കുക? ആരായിരിക്കും? വളരെ ഒരുപക്ഷെ നമ്മുടെ ഉമ്മ അപ്പുറത്തായിരിക്കും, നമ്മുടെ ഉപ്പ അപ്പുറത്തായിരിക്കും, നമ്മുടെ സഹോദരങ്ങൾ അപ്പുറത്തായിരിക്കും. ഗൗരവമാണ് സഹോദരങ്ങളെ. അങ്ങനെ അവർ പറയുന്ന തെളിവെന്താ? വിശുദ്ധ ഖുർആനിന്റെ 39-ാമത്തെ അധ്യായത്തിലൂടെ അള്ളാഹു പറയുകയാണ്. അവർ പറയുന്ന വാദം അള്ളാഹ് ആദ്യം പറയുകയാണ്, അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ, നിഷ്കളങ്കമായ കീഴ്വണക്കം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യമാണ്. നിഷ്കളങ്കമായ കീഴ്വണക്കം അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. എന്നിട്ട് അള്ളാഹ് രണ്ടാമത് പറയുന്നത് എന്താണ്? വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹ്ക്ക് പുറമെ
ഔലിയാക്കളെ സ്വീകരിച്ചവർ പറയുന്ന വാദം എന്താണ്? മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ. ഞങ്ങൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടിയാണ് ഇവരെയെല്ലാം സമീപിക്കുന്നത് എന്നതാണ് മുശ്രിക്കുകൾ പറയുന്ന വാദമെന്ന് അള്ളാഹു ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങൾ, അവർ പറഞ്ഞിരുന്നത് അതിനാണ്. അല്ലാതെ ലാത്തയും ഉസ്സയും മനാത്തയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഇബ്രാഹിം നബി ഇവരെല്ലാം സ്വയം കഴിവുള്ള സൃഷ്ടാവാണെന്നുള്ള വാദത്തിലല്ല ഇവരവരോട് പ്രാർത്ഥിക്കുന്നത്. ലാത്ത സൂര്യനെ സൃഷ്ടിച്ച ദൈവമാണെന്നോ അല്ലെങ്കിൽ ചന്ദ്രനെ നിയന്ത്രിക്കുന്ന ദൈവമാണെന്നോ ഒരിക്കലും അവർ പറയില്ല, ഒരിക്കലും പറയില്ല. അവർ അള്ളാഹുവിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിങ്ങൾ അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കും. ഇപ്പൊ ഇപ്പുറത്ത് മാറി അബൂജഹൽ പറയും, ഇല്ല, ആ അള്ളാഹുവിലേക്ക്, നീ പറയുന്ന അള്ളയില്ലേ, അള്ളാഹുവിലേക്ക് അടുക്കാൻ ഞങ്ങൾക്ക് ചില മാർഗങ്ങളുണ്ട്, ആ പൂർവികന്മാർ കാണിച്ചു തന്ന മാർഗം, ഞങ്ങൾ അതിലൂടെ പോകൂ എന്ന് വാദിക്കുന്നവരാണ്. അതിൽ നിന്ന് മാറാത്തത് കൊണ്ടാണ് അവസാനം രണ്ട് വിഭാഗം, ഇസ്ലാമും മുശ്രിക്കുകളും തമ്മിൽ യുദ്ധമുണ്ടാകുന്ന സഹോദരങ്ങളെ. പിന്നെ ശഫാഅത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവരെ അടുപ്പിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? തെളിവെന്താണ്? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്, ഇത് പലപ്പോഴും നമ്മൾ കേട്ട കാര്യങ്ങളാണ്. ഇത് ഒന്നുകൂടി ക്ലിയർ ചെയ്ത് ഈ റൂട്ട് മനസ്സിലാക്കി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാ വളരെ സുന്ദരമായ മനോഹരമായ ധാരാളം പണ്ഡിതന്മാരാൽ ശറഹ് ചെയ്യപ്പെട്ട ഗ്രന്ഥമാണ്. ഈ ഒരു റൂട്ട് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് നമ്മുടെ ഉമ്മയോട് നല്ല നിലക്ക് പറഞ്ഞു കൊടുത്താൽ ഉമ്മാക്ക് തിരിയും. അള്ളാഹു ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ്, ഇത് വിഷയം നിങ്ങൾ പഠിക്കാനാണ് ഈ നിലയ്ക്ക് പറഞ്ഞു തരുന്നത്. രണ്ടാമതായി ശഫാഅത്തിന്റെ തെളിവ് വിശുദ്ധ ഖുർആന്റെ 10-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയാണ്, പിന്നെ ഒരു ഉപകാരവും ഉപദ്രവം ചെയ്യാത്തവരെ സമീപിച്ചിട്ട് ഇവർ പറയുന്നത് എന്താണ്? അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശകരാണ്. അതായത് ദുനിയാവിന്റെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ജാറങ്ങളിലും അത്തരത്തിലുള്ള മക്ബറകളിലും പോകുന്നവർ ഒരിക്കലും എന്റെ ആറെണ്ണം ഭൂമിയിൽ, ഒരെണ്ണം ആകാശത്തിൽ. ഏതാ ആ ഒരെണ്ണം? അള്ളാഹുവാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ ഞങ്ങൾ എന്താക്കും? ദൈവമായി പ്രാർത്ഥിക്കാനായി സ്വീകരിക്കുന്നു. എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, അല്ല അയ്യുഹും തുഅദ്ദു ലിറഗ്ബതിക വറഹ്ബതിക, നിങ്ങളുടെ ആശകൾ നിറവേറ്റുന്നതിനും പേടിയുടെ സന്ദർഭത്തിൽ ഭയം നീങ്ങുന്നതിനായി പ്രാർത്ഥിക്കുന്നതും അപേക്ഷ സമർപ്പിക്കുന്നതും ആരിലേക്കാണ്? ഈ കൂട്ടത്തിൽ, ഈ 6 പേരിൽ ആരിലാണ് നിങ്ങളുടെ സഹതാപ വേളകളിൽ കൈനീട്ടുന്നത്? പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന, ഇനി ഒരാളും രക്ഷപ്പെടുത്താനില്ല എന്ന ഒരു ഘട്ടത്തിൽ നിങ്ങൾ ആരിലേക്കാണ് ഈ 7 പേരുടെ കൂട്ടത്തിൽ കൈനീട്ടുന്നത്? അദ്ദേഹം പറഞ്ഞു, ഖാല അല്ലദീ ഫിസ്സമാ, ആകാശത്തിലുള്ളവനോട്, അള്ളാഹുവിനോടാണ് ഞങ്ങൾ അത്തരം സന്ദർഭങ്ങളിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് എന്തേ മനസ്സിലാക്കാനുള്ളത്? അള്ളാഹുവിനെയും ആരാധിച്ചിരുന്നു, അതിന്റെ കൂടെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും. പക്ഷേ വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അള്ളാഹിനെ മനസ്സിലാക്കേണ്ട വിധത്തിൽ അവർ മനസ്സിലാക്കിയിട്ടില്ല. ഇന്നുള്ളവർ അള്ളാഹിനെ മനസ്സിലാക്കാത്തതുപോലെ അന്നുള്ളവരും അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല കൃത്യമായ റൂട്ടിലൂടെ. ഇതായിരുന്നു അവസ്ഥ. അപ്പൊ ഇവിടെയാണ് പ്രധാനമായ വിഷയമുണ്ടായത്. അള്ളാഹു ഖാലിഖാണ് റാസിഖാണെന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ ആ അള്ളാഹുവിന് മാത്രം നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും അർപ്പിക്കുക എന്ന വിഷയത്തിലാണ് ഇവർ വ്യതിചലിച്ചത്. അതിന്റെ പേരിലായിരുന്നു 2 വിഭാഗമായി തീരേണ്ടി വന്നത്, യുദ്ധങ്ങളുണ്ടായത്, അവസാനം മുശ്രിക്കുകൾ അസത്യം പരാജയപ്പെടുകയും ചെയ്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിശ്വാസത്തിലാണ് അബൂജഹൽ. ഇന്നത്തെ മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെയും വിശ്വാസം എവിടെ നിൽക്കുന്നു എന്ന് ഇതിലൂടെ നാം ചിന്തിക്കുക. സഹോദരങ്ങളെ, മൂന്നാമതായി
മൂന്നാമത്തെ ഖായിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട സമൂഹം ഏതൊരു കാലഘട്ടത്തിലെയും പ്രവാചകന്മാരുടെ അവസ്ഥ അത് തന്നെയാണ്. ഞാൻ പ്രത്യേകമായി ഇത് പറയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന സമൂഹത്തിൽ മലക്കുകളെയും ജിന്നുകളെയും കല്ലും മരവും അതുപോലെ അമ്പിയാക്കളും മൗലിയാക്കളും സ്വാലിഹീങ്ങളും ഒക്കെ ആരാധിക്കപ്പെട്ടിരുന്നു. അവിടെ വന്നിട്ട് പ്രവാചകൻ പ്രത്യേകമായി ചില വിഭാഗത്തെ എതിർക്കുകയും പ്രത്യേകമായി ചില വിഭാഗത്തെ അതായത് മലക്കുകൾ ആരാ? അള്ളാഹുവിൽ ശ്രേഷ്ഠർ. അമ്പിയാക്കളോ? അവരും ശ്രേഷ്ഠർ. അതുകൊണ്ട് അമ്പിയാക്കളോടും ഔലിയാക്കളോടും ചോദിക്കുന്നവരോട് പ്രവാചകൻ യുദ്ധം ചെയ്യാതെ അവരൊക്കെ ചെയ്യുന്നത് ശരിയാണെന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുകയും കല്ലും മുള്ളും ഒക്കെ അടങ്ങുന്ന വിഗ്രഹങ്ങളോടൊക്കെ പ്രാർത്ഥിച്ചവരോട് യുദ്ധം ചെയ്യുക എന്ന ഒരു സമീപനം പ്രവാചകൻ സ്വീകരിച്ചിട്ടില്ല. വലം യുഫർരിഖ് ബൈനഹും, അവർക്കിടയിൽ പ്രവാചകൻ വേർതിരിവ് കൽപ്പിച്ചില്ല. എല്ലാവരോടും യുദ്ധം ചെയ്തു, എല്ലാ ആളുകളോടും യുദ്ധം ചെയ്തു. കാരണം അതെല്ലാം ശിർക്കാണ് എന്നതുകൊണ്ട് എല്ലാവരോടും. ഇന്ന് ആ നിലക്ക് പ്രവാചകൻ സമീപിക്കുകയാണെങ്കിൽ ആരോടൊക്കെയായിരിക്കും യുദ്ധം ചെയ്യേണ്ടി വരിക? മുസ്ലിം സമൂഹത്തിലെ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ജനപദവും പ്രവാചകന്റെ പ്രവാചകനെതിരെ നിന്ന് യുദ്ധം ചെയ്യേണ്ടി വരും. ഈ വിശ്വാസത്തിലാണെങ്കിൽ സഹോദരങ്ങളെ, അതാണ് അവസ്ഥ. അതിന് തെളിവായി വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നത് വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്നത്തുൻ വയകൂന അദ്ദീനു കുല്ലുഹു ലില്ലാഹ്. കുഴപ്പമില്ലാതാകുന്നത് വരെ മുഴുവൻ കാര്യങ്ങളും മതം മുഴുവൻ അള്ളാഹുവിന് മാത്രം ആകുന്നത് വരെ യുദ്ധം ചെയ്യുക എന്ന അള്ളാഹുവിന്റെ കൽപ്പനയാണ്. കുഴപ്പം ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ ശിർക്ക് നീങ്ങുക, ശിർക്ക് മാറിപ്പോകുന്നത് വരെയും മതം മുഴുവൻ അള്ളാഹുവിനാവുക എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരുടെ കരങ്ങളിൽ നിന്ന് നിഷ്കളങ്കമായി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് ജനങ്ങൾ മാറുന്നതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന പ്രവാചകന്റെ കൽപ്പനയിൽ ഈ ആളുകളൊക്കെ പെട്ടു. അമ്പിയാക്കളോടും മൗലിയാക്കളോടും ഒക്കെ പ്രാർത്ഥിച്ചിരുന്ന, അതുപോലെ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിച്ചിരുന്ന എല്ലാ മനുഷ്യരും പെട്ടു. അവരോടെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പന. സൂര്യനെയും ചന്ദ്രനെയും ആരാധിച്ചിരുന്നതിന് വിശുദ്ധ ഖുർആനിന്റെ 41-ാം അധ്യായത്തിലെ 37-ാമത്തെ വചനം ومن آياته الليل والنهار والشمس والقمر لا تسجدوا للشمس ولا للقمر واسجدوا لله الذي خلقهن إن كنتم إياه تعبدون. അതായത് സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അതിന്റെ മുമ്പിൽ നിങ്ങൾ പിന്നെ സുജൂദ് ചെയ്യരുത്. സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച അള്ളാന്റെ മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അവർ ഓതി കൊടുക്കുന്നു. മലക്കുകൾ അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു വലാ യഅ്മുറുക്കും അൻ തത്തഖിദുൽ മലായികത വന്നബിയ്യീന അർബാബ. മലക്കുകളെയും പ്രവാചകന്മാരെയും നിങ്ങൾ രക്ഷിതാക്കളായി സ്വീകരിക്കണമെന്ന് അദ്ദേഹം നിങ്ങളോട് കൽപ്പിക്കുകയില്ല, പ്രവാചകൻ കൽപ്പിക്കുകയില്ല. ഈ ആയത്തിന്റെ പശ്ചാത്തലം, അതായത് പിന്നെ വേദഗ്രന്ഥത്തിലെ തൗറാത്തിലെയും ഇഞ്ചീലിലെയൊക്കെ വാചകങ്ങളിലെ അതിന്റെ ശൈലികളെ വളച്ചൊടിച്ച് മലക്കുകളോടും അമ്പിയാക്കളോടും പ്രാർത്ഥിക്കാനുള്ള തെളിവുന്ന ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുത്ത പൗരോഹിത്യ വർഗത്തിനെതിരെയാണ് ആ വാചകം. വേദഗ്രന്ഥത്തിലെ വാചകങ്ങളെ വളച്ചൊടിച്ച് മലക്കുകളോടും അമ്പിയാക്കളോടും പ്രാർത്ഥിക്കാമെന്ന കള്ളത്തെളിവുണ്ടാക്കി അള്ളാഹു പറയുന്നു വമാ ഹുവ മിൻ ഇൻദില്ല, അത് അള്ളാഹുവിൽ നിന്നുള്ളതല്ല, ഒരു വേദഗ്രന്ഥം. എന്നിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹ് പറയാണ്, അതായത് അള്ളാഹു ഒരു മനുഷ്യന് വേദവും മതവിജ്ഞാനവും പ്രവാചകത്വവും നൽകുകയും എന്നിട്ട് അദ്ദേഹം ജനങ്ങളോട് പറയാണ് അള്ളാഹുവെ വിട്ടിട്ട് നിങ്ങൾ എന്നിലേക്ക് വരൂ, എന്നെ രക്ഷിതാവായി സ്വീകരിക്കൂ എന്ന് പറയുക അതൊരിക്കലും പാടുള്ളതല്ല. ഒരു പ്രവാചകനും ഒരു വേദഗ്രന്ഥത്തിനും അത് പാടുള്ളതല്ല എന്ന് പറയുന്നു. സഹോദരങ്ങളെ, 1989 കൊട്ടപ്പുറം സംവാദത്തിൽ സുന്നി പക്ഷത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു പുരോഹിതൻ അദ്ദേഹം പറയുകയാണ് ഖുർആനിൽ തെളിവുണ്ട്, മലക്കുകൾ അള്ളാഹുവിന്റെ പ്രവാചകനോട് പ്രാർത്ഥിക്കുവാൻ ഇസ്തിഹാസ ചെയ്യുവാൻ തെളിവുണ്ട്. 43-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വചനം ഓതിക്കൊടുത്ത് വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ, നബിയെ താങ്കൾ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ചോദിച്ചു നോക്കുക എന്ന ഈ വാചകത്തിന്റെ ശൈലിയെ വളച്ചൊടിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന്മാരോട് പ്രാർത്ഥിക്കുവാൻ തെളിവുന്ന എന്ന് പറഞ്ഞുകൊണ്ട് അന്നവർ പാരായണം ചെയ്തു. അതിന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇവരെ കുറിച്ചാണ് ഇത്തരത്തിൽ സമീപിക്കുന്നവരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞതാണ് വഇന്ന മിൻഹും ലഫരീഖൻ യലൂന അൽസിനതഹും ബിൽ കിതാബി ലിതഹ്സബൂഹു മിനൽ കിതാബി വമാ ഹുവ മിനൽ കിതാബ്. എന്റെ വേദഗ്രന്ഥത്തിലെ വാചക ശൈലികൾ വളച്ചൊടിക്കുന്ന ചിലരും അവരുടെ കൂട്ടത്തിലുണ്ട്. അത് വേദഗ്രന്ഥത്തിൽ പെട്ടതാണെന്ന് നിങ്ങൾ ധരിക്കുവാൻ വേണ്ടിയാണ് ആ വാചകങ്ങളെ വളച്ചൊടിക്കുന്നത് അവർ.
എത്ര സുന്ദരമായി ഈ രണ്ട് സംഭവങ്ങളും ഖുർആനിന്റെ ആയത്തും ഈ സംഭവം യോജിക്കുന്നു. അപ്പോ വളരെ ഗൗരവമാണ്. ഒരു വലിയൊരു സമൂഹത്തെയാണ് ഇവർ ശിർക്കിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പഠിക്കൽ നമ്മുടെ മേൽ നിർബന്ധമായി വരുന്നു. അമ്പിയാക്കളോട് പ്രാർത്ഥിച്ചതിന് തെളിവുകൾ പറയുന്നു. സ്വാലിഹീങ്ങളോട് പ്രാർത്ഥിച്ചതിന് അവർ വിശുദ്ധ ഖുർആനിൽ തെളിവ് പറയുന്നു. അല്ലാഹ് പറയാണ്, ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖ്റബ്. അതായത് അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ആരെയാണോ അവർ തന്നെ അള്ളാഹുവിലേക്ക്, തങ്ങളുടെ രക്ഷിതാവിങ്കിലേക്ക് കൂടുതൽ സമീപന മാർഗം തേടിക്കൊണ്ടിരിക്കുകയാണ്. മഹാന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആ മഹാന്മാരുടെ അവസ്ഥ എന്താണ്? അല്ലാഹ് പറയാണ് അവർ തന്നെ അള്ളാഹുവിലേക്ക് കൂടുതൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു. ആരാ അവർ? അയ്യുഹും അഖ്റബ്. ആ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യർ തന്നെ, ഏറ്റവും അള്ളാഹുവുമായി അടുത്തവർ തന്നെ. അമ്പിയാക്കളോടും ഔലിയാക്കളോടും പ്രാർത്ഥിക്കുമ്പോൾ, അവരോട് സഹായം ചോദിക്കുമ്പോൾ അവർ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനായി മാർഗങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുകയാണ്. സഹോദരങ്ങളെ, നാലാമത്തെ ഖായിദ, അത് വളരെ ഗൗരവമായി ശൈഖ് റഹ്മത്തുള്ളാഹി നമുക്ക് പറഞ്ഞു തരികയാണ്. അന്ന മുശ്രിക്കി സമാനിന അഗ്ലളു ശിർകും മിനൽ അവ്വലീൻ. സഹോദരങ്ങളെ, അറിയണം ഗൗരവമായി നിങ്ങൾ, ഇന്നത്തെ മുശ്രിക്കുകൾ അബൂജഹലിനേക്കാൾ കടുത്ത വിശ്വാസത്തിലാണ്, ശിർക്കിലാണ്, കടുത്ത ശിർക്കിലാണ്. അബൂജഹലിന്റെയും അബൂലഹബിന്റെയും ഒക്കെ അവരൊക്കെ പിന്നെ ശിർക്ക് ചെയ്തിരുന്നതിനേക്കാൾ വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ സമൂഹത്തിന്റെ അവസ്ഥ എന്ന് പറയുകയാണ്. അതായത് ആ മുശ്രിക്കുകളുടെ അവസ്ഥ, അബൂജഹലിന്റെയൊക്കെ അവസ്ഥ എന്തായിരുന്നു? അവരെല്ലാം പിന്നെ വളരെ ചെറിയ നിസ്സാരമായ കാര്യങ്ങളിൽ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ഈ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്, ഇബ്രാഹിം നബിയോട് ചോദിച്ചിരുന്നത്. പക്ഷേ വളരെ പ്രയാസകരമായ ഒരു സന്ദർഭം എത്തിയാലോ, വളരെ പ്രയാസകരമായ ഒരു അവസ്ഥ എത്തിയാലോ, ഇനി ഒരാളും രക്ഷിക്കാനില്ല എന്ന ഒരു ഘട്ടമെത്തിയാൽ അവർ നിഷ്കളങ്കമായി അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുമായിരുന്നു. ആര്? അബൂജഹൽ. ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ അവസ്ഥയോ എന്താണ് അവസ്ഥ? സഹോദരങ്ങളെ, പ്രയാസഘട്ടങ്ങളിലും ഇനി ഒരാളും രക്ഷിക്കാനില്ല, കടലിന്റെ ആഴങ്ങളിൽപ്പെട്ട് മുങ്ങിത്താഴ്ന്ന് പിന്നെ മരണത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരവസ്ഥയിൽ പോലും അവർ ഇന്നത്തെ മുസ്ലിമീങ്ങൾ വിളിക്കുന്നത് ആരെയായിരിക്കും? മുഹയ്യിദ്ദീൻ ഷേഖിനെ, അല്ലെങ്കിൽ ആ നിലക്കുള്ള മഹാന്മാരെ, അമ്പിയാക്കളെ, ഔലിയാക്കളെ ആയിരിക്കും വിളിക്കുക. അപ്പൊ ബദറിന്റെ ആ പിന്നെ രണാങ്കണത്തിൽ പ്രവാചകനെതിരെ നിൽക്കാൻ ഏറ്റവും യോഗ്യരാരായിരിക്കും? സഹോദരങ്ങളെ, ഗൗരവമായി ആലോചിക്കുക. അതിന് തെളിവായി വിശുദ്ധ ഖുർആനിൽ പറയണല്ലോ, അള്ളാഹു അതിങ്ങനെ ആ ഒരു രൂപത്തെ, ആ ഒരു പിക്ചറിനെ ഇങ്ങനെ വരച്ചു കാണിക്കുകയാണ് വളരെ മനോഹരമായി. എന്റെ അള്ളാഹ് പറയാണ്, ഹുവല്ലദീ യുസയ്യിറുകും ഫിൽ ബർരി വൽ ബഹർ. അള്ളാഹു ആകുന്നു കരയിലും കടലിലും നിങ്ങൾക്ക് സഞ്ചാര സൗകര്യം ഒരുക്കി തന്നവൻ. ഹത്താ ഇദാ കുന്തും ഫിൽ ഫുൽക്. അങ്ങനെ നിങ്ങൾ കപ്പലിൽ ആയിരിക്കുകയും وجرين بهم بريح طيبة وفرحوا بها جاءت ريح عاصف. നല്ല ഒരു കാറ്റ് നിമിത്തം യാത്രക്കാരെയും കൊണ്ട് അവ സഞ്ചരിക്കുകയും അവരതിൽ സന്തുഷ്ടരാവുകയും ചെയ്താൽ അപ്പോഴതാ ഒരു കൊടുങ്കാറ്റ് അവരിലേക്ക് ആഞ്ഞടിക്കുന്നു. ശക്തമായ കപ്പലിൽ സുഖത്തിലായിരുന്നു, സന്തോഷത്തിലായിരുന്നു, സുന്ദരമായി കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യുമ്പോഴതാ ഒരു കൊടുങ്കാറ്റ് അവരിലേക്ക് ആഞ്ഞടിച്ചാൽ എല്ലായിടത്തു നിന്നും തിരമാലകൾ അവർക്ക് നേരെ ആർത്തിരമ്പി വന്നാൽ തങ്ങൾ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കിയാൽ എന്താകും അവസ്ഥ? അപ്പോൾ കീഴ്വണക്കം അള്ളാഹുവിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനോടവൻ പ്രാർത്ഥിക്കും. ആര് പ്രാർത്ഥിക്കും? ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ശത്രുപക്ഷത്തെ അബൂജഹലും കൂട്ടരും കപ്പലിൽ യാത്ര ചെയ്ത് കടലിന്റെ ആഴങ്ങളിലെത്തിയാൽ, അതിന്റെ നടുക്കടലിലെത്തിയാൽ, ശക്തമായ കാറ്റ്, കൊടുങ്കാറ്റ് അവരിലേക്ക് അടിച്ചു വീശിയാൽ, നാല് ഭാഗത്തു നിന്നും തിരമാലകൾ അവരിലേക്ക് അടിച്ചു വീശിയാൽ, തിരമാലകൾ അവർക്ക് നേരെ വന്നാൽ നിഷ്കളങ്കമായി അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കും. അള്ളാഹിനോട് മാത്രം അവർ പ്രാർത്ഥിക്കും. എന്ത് പ്രാർത്ഥിക്കും? ലഇൻ അൻജൈതനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ. ഞങ്ങളെ ഇതിൽ നിന്ന് നീ രക്ഷപ്പെടുത്തുന്ന പക്ഷം തീർച്ചയായും ഞങ്ങൾ നന്ദിയുള്ളവരുടെ കൂട്ടത്തിലായിരിക്കും.
എന്നിട്ട് അവരെ രക്ഷപ്പെട്ട് കടലിൽ നിന്ന് രക്ഷപ്പെട്ട് കരയിൽ വന്നാലോ അള്ളാഹുവിൽ പങ്കു ചേർക്കും. സഹോദരങ്ങളെ, ഇന്നത്തെ മുസ്ലിം സമുദായത്തിലെ ജാറങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു ജനം കടലിൽപ്പെട്ട് പ്രയാസപ്പെട്ട് എവിടെന്നാ പോയത്? മൊഹീദ്ദീൻ ശൈഖിന്റെ ബർക്കത്തെടുക്കുന്നതിന് വേണ്ടി പിന്നെ അങ്ങനെ പോയി ചെന്ന് അവസാനം കടലിൽ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ പെട്ടാൽ അവർ ആരെ വിളിക്കും? ഇനി ആരും രക്ഷപ്പെടാനില്ല. മരണത്തിന്റെ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണോ അതാ മൊഹീദ്ദീൻ ശൈഖിനെ വിളിക്കണോ? മൊഹീദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ മൊഹീദ്ദീൻ ശൈഖ് വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരും എന്ന് പറയുകയും, ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ മഹാന്മാരായിരുന്നു, അതുകൊണ്ട് അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല, അതിന് യാതൊരു കുഴപ്പവുമില്ല, അവർ സൃഷ്ടാവാണെന്ന് നിങ്ങൾ വിശ്വസിക്കാതിരുന്നാൽ മതി, എന്നാൽ പ്രശ്നമില്ല എന്ന് ഫത്വ കൊടുക്കുന്ന ജാഹിലുകളായ പണ്ഡിതന്മാരാൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനപദമാണ് നമ്മുടെ മുമ്പിൽ അധികമുള്ളത്. സഹോദരങ്ങളെ, ഇതിനെ കൃത്യമായി മനസ്സിലാക്കി ഇവരിലേക്ക് ഇറങ്ങിച്ചെന്ന് ദഅവത്ത് ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട്, നിർബന്ധമായ. ഇനി ആരായിരിക്കും ഇവരിലേക്ക് ഇറങ്ങിച്ചെല്ലുക? ഈ സ്ഥലത്ത് തന്നെ, ഈ നാട്ടിൽ തന്നെ, നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലങ്ങളിൽ തന്നെ എത്ര ആളുകളാണ് ഇതിനുവേണ്ടി വാദിച്ച് അതിന്റെ കൂട്ടത്തിൽ നിൽക്കുന്നവർ? അവർക്കിടയിൽ ആര് ദഅവത്ത് ചെയ്യും? നമ്മൾ തൗഹീദ് സ്വീകരിച്ച് നമ്മൾ നന്മയിലായി മാത്രം ജീവിച്ചാൽ അള്ളാന്റെ അടുക്കൽ രക്ഷപ്പെടില്ല, അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടില്ല. അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിൽ ഒരു വാചകം പലപ്പോഴും കേട്ടതാണ്. എന്തേ? വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബഉൽ മുർസലീൻ. അതായത് പ്രവാചകന്മാർ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ജനം അവരെ എതിർക്കുകയാണ്, തള്ളിക്കളയുകയാണ്. അങ്ങനെ ഇരിക്കെ പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരാൾ ഓടി വന്നു. അത് ആലിമാണോ ആബിദാണോ ഒന്നൊന്നുമല്ല, അയാൾ ആലിമോ അല്ല ആബിദും അല്ല. പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഓടി വന്ന് ഈ പ്രവാചകന്മാരെ പ്രയാസപ്പെടുത്തുന്ന രംഗം കണ്ടിട്ട് സഹിക്കവയ്യാതെ പറയുകയാണ്. എന്തേ പറയുന്നത്? ഇത്തബിഉമല്ല യസ്അലുക്കും, നിങ്ങൾ ആ ദൂതനെ പിന്തുടരുക. നിങ്ങൾ എന്തേ ആ ദൂതനെ തള്ളിക്കളയുന്നത്? അവരെ നിങ്ങൾ പിന്തുടരൂ. ഇത്തബിഉമല്ല യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ, നിങ്ങളോട് യാതൊരു പ്രതിഫലവും ചോദിക്കാത്തവരും സന്മാർഗം പ്രാപിച്ചവരുമായിട്ടുള്ളവരെ നിങ്ങൾ പിന്തുടരൂ. എന്നാ പട്ടണത്തിൽ നിന്ന് ഓടി വന്ന മനുഷ്യൻ പറയുന്നു. ഞാൻ ഇതിൽ വേറൊരു കാര്യമാണ്, വേറൊരു പോയിന്റാണ് ഇതിൽ നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ചത്. അതായത് സഹോദരങ്ങളെ, ഈ പട്ടണത്തിൽ നിന്ന് ഓടി വന്ന മനുഷ്യനില്ലേ, ആ മനുഷ്യൻ ഈ പ്രവാചകന്മാരുടെ പ്രബോധനം ഉൾക്കൊണ്ട് അദ്ദേഹം തൗഹീദ് സ്വീകരിച്ച് നന്മയിലായി ആ പട്ടണത്തിന്റെ മൂലയിൽ തന്നെ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അങ്ങനെ ജീവിച്ചിരുന്നുവെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അനേകായിരം കോടിക്കണക്കിന് വിശ്വാസികളാൽ പാരായണം ചെയ്യപ്പെടുന്ന വിശുദ്ധ ഖുർആനിന്റെ താളുകളിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടാകുമായിരുന്നു. അല്ലേ? പട്ടണത്തിൽ ജീവിച്ചു, അവിടെ കഴിഞ്ഞുകൂടി. അദ്ദേഹം പോയി പറഞ്ഞില്ല ജനങ്ങളോട്. അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം ജനങ്ങളോട് പറഞ്ഞു എന്നതിന്റെ പേരിൽ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സ്ഥാനം നൽകി. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം. എന്തേ അവർ ചെയ്ത പണി? അവർ പറഞ്ഞു, ഇദ് ഖാമൂ ഫഖാലൂ റബ്ബനാ റബ്ബി റബ്ബുസ് സമാവാതി വൽ അർദ്. അവർ ഈ സത്യം മനസ്സിലാക്കിയിട്ട് അത് മാത്രമായി ജീവിച്ച് അങ്ങ് കഴിഞ്ഞുകൂടിയില്ല. അവർ എഴുന്നേറ്റ് നിന്നു. എന്നിട്ടവർ പ്രഖ്യാപിച്ചു, ഞങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമികളുടെ രക്ഷിതാവാണെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ അള്ളാഹു അവരെ ഉറപ്പിച്ചു നിർത്തി. അവർക്ക് അള്ളാഹു ഖുർആനിൽ സ്ഥാനം നൽകി. എത്ര മഹത്തരമായ സ്ഥാനമാണ് ദഅവത്തിന്റെ മേഖലയിൽ ഇഖ്ലാസോടുകൂടി നിലകൊള്ളുക എന്നുള്ളത്. സഹോദരങ്ങളെ, ആ ഒരു മാർഗത്തിൽ നമ്മൾ നന്നായി ജീവിച്ചെന്നും പറഞ്ഞ് ആര് ഇസ്ലാമിലേക്ക് കടന്നു വരില്ല. സഹോദരങ്ങളെ, നമ്മൾ ഇസ്ലാമായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നല്ല തൗഹീദുള്ള സുന്നത്തുള്ള നിസ്കരിക്കുന്ന ആളുകളായതുകൊണ്ട് ജനങ്ങൾക്ക് പരിവർത്തനമുണ്ടാകില്ല. അങ്ങനെ പരിവർത്തനം ഉണ്ടാകണമായിരുന്നുവെങ്കിൽ 40 വർഷം പ്രവാചകൻ മക്കയിൽ ജീവിച്ചു. 40 വർഷം ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സത്യസന്ധനായ, കള്ളുകുടിക്കാത്ത, വ്യഭിചരിക്കാത്ത, തമാശയ്ക്ക് പോലും കളവ് പറയാത്ത ഒരു വ്യക്തിത്വമായി 40 വർഷം ജീവിച്ചിട്ടും ഒരാൾക്ക് പരിവർത്തനം ഉണ്ടായില്ല. എന്നാൽ വെറും 23 വർഷം കൊണ്ട് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പരിവർത്തനത്തിന് വിധേയമായി മക്കയും അതിനു പുറമെയുള്ള നാടുകളും. എന്തേ കാരണം? ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചു. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ കീഴിൽ ഡോർ ടു ഡോർ പ്രോഗ്രാമുകൾ നടക്കുന്നു. പ്രവാചകന്മാർ നടത്തിയ പ്രബോധനമാണത്. ഡോർ ടു ഡോർ. മൂസാ അലൈഹി ഇസ്ലാമും കൗമും ഓരോ വീടിന്റെ വാതിലിലും കയറിയിറങ്ങി. അവിടുത്തെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയുടെ, ഞാനാണ് രക്ഷിതാവെന്ന് പറയുന്ന ഭരണാധികാരിയുടെ വീടിന്റെ വാതിൽ ചെന്ന് കൊട്ടാരത്തിന്റെ വാതിൽക്കൽ മുട്ടി അകത്ത് കയറി. അവരുടെ വാതിൽ കടന്ന് അകത്ത് ചെന്ന് ദഅവത്ത് ചെയ്തു. പ്രവാചകനും അതായിരുന്നു. എല്ലാ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ അനുയായികളാണെങ്കിൽ
ആ പ്രവാചകന്മാരുടെ പാതയാണ്, ആ പ്രവാചകന്മാരുടെ പാരമ്പര്യമാണ് ഞാനും നിങ്ങളും അവകാശപ്പെടുന്നതെങ്കിൽ തൗഹീദും സ്വീകരിച്ച് വീട്ടിന്റെ മൂലയിൽ ഇരിക്കാൻ കഴിയില്ല. ഇറങ്ങിത്തിരിക്കണം ജനങ്ങളിലേക്ക്. ഈ ഇറങ്ങിത്തിരിക്കൽ ഏറ്റവും പ്രയാസമാകുന്നത് പിശാചിനാണ്. അതുകൊണ്ട് പിശാച് നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, നമുക്കിടയിൽ പരസ്പരം അകൽച്ചകൾ ഉണ്ടാക്കാൻ, ഒരു മീറ്റിംഗ് കൂടുമ്പോൾ ആ മീറ്റിംഗാണ് ദഅവത്തിന് മുന്നോടിയായിട്ടുള്ള ഏറ്റവും പ്രധാനമായ കാര്യം, അവിടെ തന്നെ ഭിന്നിപ്പുണ്ടാക്കുകയാണ്. സഹോദരങ്ങളെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഒരു മീറ്റിംഗിലിരുന്ന് ചർച്ച ചെയ്യുകയാണ്, അള്ളാന്റെ മതം പഠിപ്പിക്കണം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്ന് പറയുമ്പോൾ നമുക്കിടയിൽ നമ്മുടെ മനസ്സുകളിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ പരസ്പരം ഉണ്ടാകുന്നുവെങ്കിൽ അറിയുക. പരസ്പരം സ്നേഹിച്ചുകൊണ്ട് നമ്മൾ അറിയണം, സഹോദര, എനിക്ക് നിന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു ദുഃഖം എന്റെ മനസ്സിൽ, ഒരു പ്രയാസം തോന്നുന്നു. സഹോദര, യഥാർത്ഥത്തിൽ ഇത് പിശാചാണ് കൊണ്ടിട്ടിരുന്നത്. അതുകൊണ്ട് പരസ്പരം തുറന്നു പറഞ്ഞ് പരസ്പരം മനസ്സിലാക്കി, പിശാചിന്റെ കുതന്ത്രത്തെ മനസ്സിലാക്കി അവനെ കാൽ കീഴുകൊണ്ട് ചവിട്ടിത്തേച്ച് അള്ളാഹുവിന്റെ ദഅവത്തിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അത് ഗൗരവമായി മനസ്സിലാക്കുക. നമ്മൾ തൗഹീദ് സ്വീകരിച്ച് നല്ല നിലക്ക് ജീവിച്ചെന്ന് പറഞ്ഞ് രക്ഷപ്പെടില്ല. വൽ-ആശ്ർ എന്ന അധ്യായം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദഅവ പ്രബോധനങ്ങളുമായി ഇറങ്ങിത്തിരിക്കുക. എങ്ങനെ? ഒരു പ്രോഗ്രാം വെച്ച് പിരിയലല്ല, ഒരു പ്രോഗ്രാം വെച്ച് ആളുകളെ കൂട്ടി പിരിയലല്ല. അങ്ങനെ ഒരു സമ്പ്രദായം യഥാർത്ഥത്തിൽ ദഅവത്തിന്റെ പൂർണ്ണതയല്ല. ഓരോ വീടും കയറിയിറങ്ങി, ഓരോ കടകളും കയറിയിറങ്ങി, ഓരോരുത്തരുടെയും മുമ്പിൽ ചെന്ന് അള്ളാഹുവിന്റെ മതം ആവർത്തിച്ച് ആ വീട്ടിൽ, അവിടെ ഞങ്ങൾ പറഞ്ഞല്ലോ എപ്പോ 2 മാസം മുമ്പ്, ഇനി പോകേണ്ടതില്ല എന്നല്ല, ആ വീട്ടിൽ വീണ്ടും പോകണം. ആവർത്തിച്ച് നമ്മൾ ഓരോരുത്തരോടും ചെന്ന് കണ്ട് ദഅവത്ത് ചെയ്യണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ്. ഗൗരവമായി വിഷയത്തെ കാണുകയും പഠിക്കുകയും ദഅവത്തിന്റെ മേഖലയിൽ ശക്തമായി ഒരു ചുവടുവയ്പ്പിന് വേണ്ടി തയ്യാറാവുകയും ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സുകളെ അള്ളാഹുവിന്റെ മതത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. അള്ളാന്റെ മതം പ്രബോധനം, അള്ളാഹുവിന്റെ മതം ഇവിടെ നിലനിൽക്കണമെന്നും അതിന്റെ പ്രബോധനം ഇവിടെ നടക്കണമെന്നും അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ് അത് നടത്തും. പക്ഷെ ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകുമോ എന്നതാണ് നമ്മുടെ ചിന്ത. ആ ദഅവത്തിന്റെ ഫീൽഡിൽ ഞാൻ ഉണ്ടാകുമോ എന്നതായിരിക്കണം എന്റെ നിങ്ങളുടെയും ചിന്ത. അള്ളാന്റെ മതം ഇവിടെ നടക്കാനുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക. അള്ളാഹു അത്തരം വിശ്വാസികളുടെ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. ഖുർആൻ